നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഓണത്തിന് അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഓണസദ്യയിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അവിയൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിയൽ ഇഷ്ടമാണ്. പിന്നെ കൂട്ടുകറി ഇഷ്ടമാണ്, പിന്നെ ഇഞ്ചിക്കറി ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പോകുമ്പോൾ എല്ലാ കറികളും ഇഷ്ടമാണ്. എന്നാലും അവിയൽ എന്തായിരുന്നാലും നമ്മളിപ്പോൾ ഓണസദ്യയിൽ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കറിക്ക് മാറ്റി വെച്ചാലും എനിക്ക് തോന്നുന്നു ഇഞ്ചിയും പുളിയും പിന്നെ കൂട്ടുകറിയും സാമ്പാറും അവിയലും പിന്നെ പപ്പടം എനിക്കവിടെ അത് എന്തായിരുന്നാലും മസ്റ്റായിട്ട് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അവിയലിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ടിരുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക, പണ്ട് കാലത്തൊക്കെ ട്രഡീഷണലായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവിയലാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ. അപ്പോൾ ഈ കൂടുതലൊന്നും പറയണമെന്നില്ല. നമുക്ക് ഇനി അവിയലിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഞാനെന്താ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ അവിയലിന് ഇങ്ങനെ നീളത്തിലുള്ള കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഏത്തക്കായ ഞാനിവിടെ ഒരു വലിയ ഏത്തക്കായ ആയിരുന്നു. ഏത്തക്കായുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ്, ഇത്രയ്ക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പടവലങ്ങ, പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ വെള്ളരിക്ക, ചെറിയ വെള്ളരിക്ക, അതൊരു ചെറിയ വെള്ളരിക്ക ആയിരുന്നു, അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ എല്ലാവരും ഇതേപോലെ നമ്മൾ നല്ല നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളം പയറാട്ടോ, നീളം പയർ ഉണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നാലും ചേർക്കണം. നമ്മുടെ അവിയലിന് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ്, അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങക്കായ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചേന ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന ചേർക്കണം കേട്ടോ. നമുക്കിവിടെ ചേന അങ്ങനെ എപ്പോഴും കിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേന ചേർക്കാത്തത്. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിലുള്ള എടുത്തേക്കുന്നത്, കാരണം കഷ്ണങ്ങൾ കുറച്ചുണ്ടല്ലോ. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഇവിടെ ഇതേപോലത്തെ പച്ചമുളക് ഒരു 11 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ചുവന്നുള്ളി എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവോളയായിട്ട് എടുത്തേക്കുന്നത്. ചുവന്നുള്ളി നമുക്ക് അങ്ങനെ മിക്കപ്പോഴും അധികം അങ്ങനെ കിട്ടില്ല. ചേനയും നമുക്കങ്ങനെ കിട്ടില്ല. പിന്നെ വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ തേങ്ങൊത്തായിട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയിട്ട് ചേർക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് ഇത്രയ്ക്ക് കഷ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചേന ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന എന്തായാലും ചേർക്കണം. ശരിക്കും അവിയലിന് നല്ല ടേസ്റ്റ് വരുന്ന സാധനമാണ് ചേന. പക്ഷെ നമുക്ക് ചേന ഇവിടെ അങ്ങനെ കിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും കടയിൽ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഫ്രോസൺ കിട്ടാനുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ഫ്രോസൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷം നമ്മുടെ ഗ്രീൻ ഹൗസിൽ ചേന നട്ടിട്ടുണ്ട്. അടുത്ത വർഷം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേന വെച്ചിട്ട് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ബാക്കി വേറെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, ഈ വെള്ളരിക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. കൂടുതലൊന്നും ഞാനിനി പറയണില്ല. പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളിക്ക് പകരം നമ്മൾ സവോളയും എടുത്തേക്കാം. നിങ്ങൾ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമ്മൾ എടുത്തേക്കണം ഈ പച്ചമുളകും പിന്നെ ജീരകവും പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ചതച്ചിട്ട് എടുക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങയുടെ കൂടെ ഒതുക്കിയിട്ടാണ് ചേർക്കാറുള്ളത്. ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ഒതുക്കിയിട്ടല്ല ചേർക്കുന്നത്. അപ്പോൾ അത് ശരിക്കാണ്ട് തേങ്ങയുടെ കൂടെ ഒതുക്കുമ്പോൾ ശരിക്കാണ്ട് ഒതുങ്ങി കിട്ടില്ല. പിന്നെ പച്ചമുളക് നമ്മൾ കീറിയിട്ടല്ല ഇടുന്നത്. പച്ചമുളക് നമ്മൾ നന്നായിട്ട് ചതച്ചിട്ടാണ് നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ എരിവൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പച്ചമുളക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിടക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. ഇടികല്ല് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടികല്ലിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇടികല്ലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജീരകം കേട്ടോ. ജീരകം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണായിട്ട് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക. ജീരകമൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോണ്ടല്ലോ, ആ ജീരകത്തിന് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മണം മൂക്കിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇതിൻ്റെ മണം കിട്ടില്ല. ഭയങ്കര നൈസ് പൗഡർ ആവണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം. നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങനെ ചില സമയത്ത് നമുക്ക് കിട്ടില്ല. എൻ്റെ അടുത്ത് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കറിയായിട്ട് അടുത്തിരുന്നത് നമ്മുടെ കിഡ്നി ബീൻസ് ഒലത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒതുക്കിയെടുക്കാമെന്നറിയില്ല, അതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ പച്ചമുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്.
ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചതക്കണ്ട. ഇതേപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. മൺചട്ടിയിലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൺചട്ടിയിൽ തന്നെ വെക്കണമെന്നില്ല, പക്ഷെ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒക്കെയാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മൺചട്ടിക്ക് ആകുമ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും. കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒന്ന് മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഈ ആവിയിലിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, ആവിയിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴായിരുന്നാലും ഒരു വെള്ളച്ചോക ഉണ്ടല്ലോ, വെള്ളച്ചോകയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഷ്ണങ്ങൾ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ചേർക്കട്ടെ. നിങ്ങൾ മുരിങ്ങക്കായ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ടിടുക. പിന്നെ ഭയങ്കര കിളുന്ത് മുരിങ്ങക്കായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മുരിങ്ങക്കായ ചേർത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഫ്രോസൺ ആയത്, ഇപ്പോൾ അത്രയ്ക്ക് കിളുന്തൊന്നുമല്ല. ഞാൻ കഷ്ണത്തിൻ്റെ കൂടെ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയിട്ട് ചേർക്കുന്നത്. ഒരുപാട് ഭയങ്കര കുമ്പാരം പോലെ ചേർക്കണ്ട കേട്ടോ, കാരണം കുറേ മഞ്ഞളായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ചതച്ച് വെച്ചേക്കണ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയായിട്ടാണ് ചേർക്കുന്നത്. എന്താ ടേബിൾ സ്പൂണിലാട്ടാണ് ചേർത്തത്. ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ടീസ്പൂണിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അത്രയ്ക്ക് തന്നെ ഒഴിക്കണം. നമ്മൾ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഈ മൺചട്ടി ചൂടായിട്ട് വരുന്നവരെ ഞാൻ തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ പച്ചക്കറികളൊന്ന് പച്ചക്കറിയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ചൂട് കിട്ടിയാൽ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ മൺചട്ടി ഒന്ന് ഫസ്റ്റ് ചൂടായിട്ട് വരട്ടെ, എന്നിട്ട് തീ കുറച്ച് വയ്ക്കാം. പെട്ടെന്ന് വേവും, ഒരുപാട് സമയമൊന്നും എടുക്കൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് വെന്ത് കിട്ടും. ഞാൻ തീ കുറച്ച് വെക്കാം കേട്ടോ. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കുറച്ച് വെക്കണം. ഈ കഷ്ണങ്ങൾ വേവണ ആ സമയം കൊണ്ട് തേങ്ങ ഞാനൊന്ന് ഒതുക്കിയിട്ട് എടുക്കട്ടെ. വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒതുങ്ങി കിട്ടിക്കോളും. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കണ നമ്മുടെ ജീരകവും പിന്നെ ഉള്ളി ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കാണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടെടുക്കണം. കുറച്ച് ചെറിയൊരു പാത്രം ഞാൻ കുറച്ച് വലുതിലിട്ടിട്ടാണ്, കാരണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമണം. നമുക്ക് കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഇട്ടിട്ട് തിരുമണം കേട്ടോ. നല്ല മണം വരണുണ്ട് കറിവേപ്പിലയുടെക്ക്. അത് നോക്കിക്കേ, നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെന്ത് ഉടഞ്ഞും പോയിട്ടില്ല. പിന്നെ ഈ കഷ്ണങ്ങളിലേക്ക് നിങ്ങൾ ആ വെള്ളരിക്കൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ വെള്ളരിക്കും അതിനകത്ത് കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുക. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇത് നമ്മൾ നോക്കിക്കേ കുറച്ചിങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ഇങ്ങനെ വന്നിട്ടില്ലേ, അങ്ങനെ വരണം. അപ്പോൾ വെള്ളരിക്ക ചേർക്കണം കേട്ടോ. വെള്ളമുള്ള സാധനങ്ങളും കൂടിയിട്ട് ചേർക്കണം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കണം നമ്മുടെ തേങ്ങയുടെ മിക്സിങ് ഉണ്ടല്ലോ, മിക്സിങ് ഇടാട്ടോ നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കണില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ മൂടി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ അവിയലിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാട്ടാ ചേർക്കുന്നത്. ചിലർ മാങ്ങ ചേർക്കാറുണ്ട്, പക്ഷെ എനിക്ക് തൈര് ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ചിലർ തക്കാളി ചേർക്കാറുണ്ട്, നമുക്ക് തൈര് ചേർക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് എടുത്തോട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കട്ടെ. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം മൂടി വയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മിനിറ്റ് കൂടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയൊക്കെ കൂടിയിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ തൈര് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്.
തൈര് കൊണ്ട് ഞങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കണേക്ക്. ഇനി ലാസ്റ്റ് നമ്മുടെ അവിയലിന് ടേസ്റ്റ് കൊടുക്കണ വേറൊരു സംഗതിയില്ലേ, വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ഇത് എന്നിട്ട് ഈ പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചൂടാക്കാണ്ട് എടുക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഈ പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഇതാ ഇത്ര ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. കാരണം വെളിച്ചെണ്ണയൊക്കെ ഒരു ഇച്ചിരി നന്നായിട്ട് വേണം, അപ്പോഴായിരിക്കും അവിയലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമുള്ള വെളിച്ചെണ്ണ കേട്ടോ. ഇത് കോൾഡ് പ്രസ്സിൽ നിന്ന് എടുക്കേണ്ടതാണ്, നല്ല മണം. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും ചാടി പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ അവിയൽ റെഡി ആയിട്ട് പിന്നെ ഒതുക്കിയിട്ട്